ഹായ് ഹലോ ഇന്നത്തെ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കംഫർട്ട് കൊണ്ട് നമുക്കൊരു അടിപൊളി സൊല്യൂഷൻ ഒന്ന് ഉണ്ടാക്കി നോക്കിയാലോ. ഈ ഒരു സൊല്യൂഷൻ മാത്രം മതിട്ടോ നമ്മുടെ വീടൊന്ന് വെട്ടിത്തിളങ്ങാൻ. അപ്പോൾ ഒരു നല്ല മണമുള്ള സൊല്യൂഷനാണ് കേട്ടോ. ഇത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വീടിൻ്റെ എല്ലാ ഭാഗത്തൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് മാത്രം ഒന്ന് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കാം കേട്ടോ. പുറത്തുനിന്ന് ഒരു സൊല്യൂഷൻ ഒന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ചുടുവെള്ളത്തിലേക്ക് ഈ കംഫർട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒരു മൂടി കംഫർട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുക. എപ്പോഴും ചുടുവെള്ളം എടുക്കണേ. അതിന് ശേഷം ഷാമ്പു നല്ല പതയുള്ള ഷാമ്പും നല്ല മണമുള്ള ഷാമ്പു ഒന്ന് എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ സൊല്യൂഷന് നല്ലൊരു മണം കിട്ടും കേട്ടോ. അപ്പോൾ ഒരു പാക്കറ്റ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ചേർത്ത് കൊടുത്തതിന് ശേഷം ബേക്കിംഗ് സോഡ ഉപയോഗിക്കുക കേട്ടോ. ബേക്കിംഗ് സോഡ ഉപയോഗിച്ച് നമ്മുടെ ചളിയൊക്കെ ഒന്ന് വേഗം ഒന്ന് പോയി കിട്ടും. ബേക്കിംഗ് സോഡ പിന്നെ 2 ഗ്രാമ്പു ഉപയോഗിച്ചാൽ നമ്മുടെ ലിക്വിഡ് ഒരാഴ്ച വരെ നിൽക്കും കേട്ടോ. അപ്പോൾ അതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം കേട്ടോ. പിന്നെ നമ്മുടെ സിങ്കിലൊക്കെ ബ്ലോക്ക് ഉള്ളതൊക്കെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ബ്ലോക്കൊക്കെ ഒന്ന് മാറി കിട്ടും കേട്ടോ. പിന്നെ അതുപോലെ പാറ്റിൻ്റെ ശല്യങ്ങളൊക്കെ മാറി കിട്ടും കേട്ടോ. അപ്പോൾ രാത്രി എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക സിങ്കിൽ. പിന്നെ ഈ കറ പിടിച്ച ഡോറിൽ നമ്മൾ ഈ സ്പ്രേ ഒന്ന് ചെയ്ത് കൊടുത്താൽ കറ മൊത്തം ഒന്ന് ഇളകി കിട്ടും കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമ്മൾ കുറച്ചൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ ഒറ്റ സ്വൈപ്പ് കൊണ്ട് നമുക്ക് ഈ കറകളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അത്രയ്ക്കും ഗ്ലേസിങ് ആണ് കേട്ടോ ഈ ഡോറിനൊക്കെ കിട്ടുക. അത്രയ്ക്ക് ചളിയുള്ള ഡോറായിരുന്നു. ഇപ്പോൾ ഞാൻ ഈ ഒരു ലിക്വിഡ് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. ഈ ഷാമ്പും അതേപോലെ കംഫർട്ട് എല്ലാം കൂടിയിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല ഒരു അടിപൊളി ഒരു റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ അടുത്തത് വന്നിട്ട് നമ്മുടെ ഈ കിച്ചണിലൊക്കെ എണ്ണമെഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ. ആ എണ്ണമെഴുക്കൊക്കെ മാറിക്കിട്ടാൻ ഈ ഒരു സൊല്യൂഷൻ മാത്രം ഉപയോഗിക്കുക കേട്ടോ. ഞാൻ എപ്പോഴും ഈ സൊല്യൂഷനാണ് ഉപയോഗിക്കുക. പിന്നെ ഈ ഗ്യാസ് സ്റ്റോപ്പിലൊക്കെ നിറയെ എണ്ണമെഴുക്കുകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ വെച്ച് ഒന്ന് സ്വൈപ്പ് ചെയ്താൽ വേഗം എണ്ണമെഴുക്കുകളായാലും അതായത് മീൻ വറുത്തതായാലും എല്ലാം മണവും ഒന്ന് വേഗം ഒന്ന് മാറിക്കിട്ടുണ്ട്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നല്ലൊരു മണമായിരിക്കുമല്ലോ അടുക്കളയിൽ നമ്മൾ മീനൊക്കെ പൊരിച്ചാൽ. അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ മതി കേട്ടോ നല്ലൊരു നമുക്ക് ഫ്രാഗ്രൻസ് കിട്ടാൻ. പിന്നെ ഈ ടേബിളിലൊക്കെ ഫുഡ് വേസ്റ്റൊക്കെ അതിൻ്റെ എണ്ണമെഴുക്കുകൾ അതൊക്കെ മാറാൻ ഈ ഒരു സൊല്യൂഷൻ വെച്ച് ഒന്ന് തുടച്ചെടുത്താൽ വേഗം ഒന്ന് ഈ എണ്ണമെഴുക്കുകളും സ്മെല്ലൊക്കെ ഒന്ന് മാറിക്കിട്ടും കേട്ടോ. പിന്നെ ഈ കബോർഡിൽ ഇതേപോലെ എണ്ണ തെറിച്ചതൊക്കെയാണ് കേട്ടോ. ഇതേപോലെ നമ്മൾ സ്പ്രേ ചെയ്തിട്ട് ഒരു പ്രാവശ്യം ഒന്ന് തുടച്ച് കൊടുത്താൽ മതി കേട്ടോ. വേഗം ചളിയൊക്കെ ഒന്ന് ഇളകി വരും. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ശരിക്കും അടിപൊളി റിസൾട്ടാണ് കേട്ടോ. ഇപ്പം ഞാൻ ഈ ലിക്വിഡ് മാത്രമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കൂ കേട്ടോ. പിന്നെ അടുത്തത് നമ്മുടെ ഈ പ്ലാസ്റ്റിക് ചെടിയിലൊക്കെ കുറേ എങ്ങനെയായാലും നമ്മൾ തുടച്ച് വെച്ചാലും മണ്ണുണ്ടാവില്ലേ. അപ്പോൾ ഈ ഒരു സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഈ സൊല്യൂഷൻ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ നമ്മുടെ ഈ ചെടികളൊക്കെ ഒന്ന് കാണാനൊന്ന് നന്നായിരിക്കും കേട്ടോ. അതുപോലെ പൊടികളൊക്കെ വേഗം പോയി കിട്ടുകയും ചെയ്യും. പിന്നെ അതുപോലെ കാണാൻ ഒരു വൃത്തിയായിരിക്കും കേട്ടോ. നല്ല ചെടികൾക്ക് നല്ല ഷൈനിങ് കിട്ടും ഈ സ്പ്രേ ഒന്ന് ചെയ്ത് കൊടുത്താൽ കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ സ്പ്രേ ഒന്ന് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറേ പ്ലാസ്റ്റിക് ചെടി എങ്ങനെയായാലും നമ്മൾ തുടച്ച് കഴിഞ്ഞാലും കുറേ പൊടികൾ എങ്ങനെയായാലും എവിടെയായാലും കാണാം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നല്ല ഫ്രഷ് ആയിരിക്കും, നല്ല മണമായിരിക്കും കേട്ടോ. പിന്നെ ഈ സോഫാൻ്റെ ഈ സൈഡൊക്കെ പൊടികളൊക്കെ എങ്ങനെയായാലും പറ്റി പിടിക്കുമല്ലോ. അപ്പോൾ അതേപോലെ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് കൊടുത്താൽ മതി കേട്ടോ. വേഗം ഒന്ന് പൊടികളൊക്കെ ഒന്ന് പോയി കിട്ടും. അതുപോലെ നമ്മുടെ ബെഡിൽ എങ്ങനെയായാലും ഉറുമ്പും പൊടികളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഒരു സ്പ്രേ ഒന്ന് ചെയ്ത് കൊടുത്താൽ ഉറുമ്പിൻ്റെ ശല്യമൊക്കെ വേഗം ഒന്ന് പോയി കിട്ടും കേട്ടോ. പിന്നെ ഈ ഡ്രസ്സിങ് ടേബിളിൻ്റെ അവിടെ പൗഡറിൻ്റെ കറ അതേപോലെ എന്തെങ്കിലുമൊക്കെ കറ ഉണ്ടാവുമല്ലോ. അത് ഇതേപോലെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് ഒറ്റ പ്രാവശ്യം ഒന്ന് തുടച്ചെടുത്താൽ മതി കേട്ടോ. വേഗം നമുക്ക് അവിടെ നല്ലൊന്ന് വെട്ടിത്തിളങ്ങും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു സൊല്യൂഷൻ എന്തായാലും തീർച്ചയായിട്ടും ഉണ്ടാക്കി വെക്കും കേട്ടോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാം ഞാൻ ലൈവായിട്ടൊന്ന് കാണിച്ചു തരുന്നത്. അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള സൊല്യൂഷനാണ്. നമ്മൾ കടയിൽ നിന്നൊന്നും പുറത്തൊന്നും വാങ്ങണ്ട കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് കുറേ വൃത്തിയാക്കാം കേട്ടോ. വൃത്തിയാക്കാം കേട്ടോ. വീട്ടിൻ്റെ കുറേ ഭാഗം വൃത്തിയാക്കാം. പിന്നെ നമ്മൾ സോഫയൊക്കെ ഇതേപോലെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. സോഫേൻ്റെ മണം എന്തായാലും നമ്മൾ ഇരിക്കുമ്പോൾ കുട്ടികളൊക്കെ എങ്ങനെയായാലും ഓരോന്നൊക്കെ കൊണ്ടിടുമ്പോൾ അതിൻ്റെ സ്മെല്ലുണ്ടാവില്ല. അപ്പോൾ ഈ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. അതേപോലെ കർട്ടൻ അതേപോലെ ചെയർ ഇതൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഞാൻ ഓണത്തിനിടാൻ വേണ്ടി ഡ്രസ്സ് എടുത്തതാണ്. അത് 1 വർഷമായിട്ടാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ ഇതാണ് കേട്ടോ ഈ ഒരു
ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ഞാൻ അത് സ്പ്രേ ആയിട്ട് ഞാൻ ഉപയോഗിക്കാറുണ്ട് കേട്ടോ. പിന്നെ വെയിലത്തൊന്ന് ഉണക്കാൻ ഇട്ടാൽ മതി. പിന്നെ അയൺ ബോക്സ് ഉപയോഗിക്കുമ്പോൾ ഇതേപോലെ ഒന്ന് സ്പ്രേ ചെയ്തിട്ട് അയൺ ചെയ്യുമ്പോൾ നല്ലൊരു മണമായിരിക്കും ഡ്രസ്സിന്. അതേപോലെ വിൻഡോസിനൊക്കെ കുറേ ചളി ഉണ്ടാവുമല്ലോ, ഈ ജനലിലൊക്കെ കുറേ പൊടികളും എങ്ങനെയായാലും നമ്മൾ ദിവസം തുടച്ചാലും പൊടികളുണ്ടാവുമല്ലോ. ഇതുപോലെ ലിക്വിഡ് തയ്യാറാക്കിയിട്ട് ഇതേപോലെ സ്പ്രേ ചെയ്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരു പ്രാവശ്യം ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ടൊന്ന് വൃത്തിയായി കിട്ടും. നമ്മൾ കടയിൽ നിന്ന് ഒന്നും നമ്മൾ 200-300 രൂപയ്ക്ക് ഒരു സൊല്യൂഷൻ വാങ്ങേണ്ട ആവശ്യമില്ല. ഈ ഒരു സൊല്യൂഷൻ മാത്രം വീട്ടിൽ തയ്യാറാക്കി വെച്ച് നമുക്ക് ഒരു മാസം ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ ഉപയോഗിക്കുന്ന അനുസരിച്ച് പോലെ ഇത് നല്ല നമുക്ക് വെർത്താണ് കേട്ടോ. ഈ ഒരു സൊല്യൂഷൻ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്നൊന്നും വാങ്ങണ്ട. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത്